രണ്ട് സ്വയംസേവകന്മാരെ ഒരുമിച്ച് തലശ്ശേരിയിൽ ധർമ്മടം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല ചെയ്തു. സുജേഷ്, സുനിൽ, ഇതാണ് രണ്ടുപേരുടെ പേര്. അവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നിട്ട് ഒരു വർഷമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലശ്ശേരി ഏരിയ സെക്രട്ടറി പുഞ്ചയിൽ നാണു എന്ന് പറയുന്ന, ഇപ്പൊ അയാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, പുഞ്ചയിൽ നാണുവിന്റെ മരുമക്കൾ സംഘത്തിൽ വന്നു. ഒരു കൊല്ലത്തിനുള്ളിൽ അവരെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരെ പോയിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. അത് വലിയൊരു വികാരമുണ്ടാക്കിയ ഇരട്ട കൊലപാതകമാണ്. വലിയ ജില്ലയിൽ എല്ലാ സ്ഥലത്തും അതിനെതിരായിട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയ ഇരിട്ടിക്കടുത്ത് വിളമന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രകടനം നടത്തിയായിരുന്നു. 15 പേരാണ് പ്രകടനത്തിലുള്ളത്. ആ പ്രകടനം വളരെ വികാരവിക്ഷുബ്ധരാണ്. പക്ഷെ വളരെ സിപിഎമ്മിന്റെ സ്വാധീനമുള്ള സ്ഥലമാണ്. വളരെ സൗമ്യമായ മുദ്രാവാക്യം വിളിച്ചാണ് പോകുന്നത്. പ്രതിഷേധിക്കുക നാട്ടാരെ എന്നൊക്കെ വിളിക്കുന്നു. അപ്പൊ ഒരു 19 ആളുകൾ വന്ന് ഈ പ്രകടനം തടഞ്ഞു. അവർ പറഞ്ഞത്, ഇതേതാ സ്ഥലം? ഇവിടെ കോൺഗ്രസ്സുകാർ വരെ ഇതുവരെ പ്രകടനം നടത്തില്ല, എന്നിട്ടാ നിങ്ങളുടെ പ്രകടനം നടത്താൻ പറ്റില്ല. ഇവർ പറഞ്ഞു ഞങ്ങൾ നടത്തും. നടത്തി അനുഭവിക്കുന്നു പറഞ്ഞു. ഇവര് വീണ്ടും ഭാരത് മാതാ കി ജയ് വിളിച്ച് മുന്നോട്ട് നീങ്ങി. അവര് ഈ പ്രകടനത്തിൽ പങ്കെടുത്ത ഓരോ ആളുകളെ അടിച്ചോടിച്ചു വിടും. എന്നിട്ട് പറഞ്ഞു, ഇനി ഇവിടെ പ്രകടനം നടത്തണമെങ്കിൽ സിപിഎമ്മിനോട് ചോദിച്ചിട്ടേ നടത്താൻ പാടുള്ളൂ. കൊന്നതിന് തിരിച്ചു കൊല്ലാനല്ല പോയത്, ഒരു പ്രതിഷേധ പ്രകടനം നടത്താനാണ് പോയത്. ആ പ്രതിഷേധ പ്രകടനം പ്രകോപനപരമായ ഒരു മുദ്രാവാക്യമില്ലാതെ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോഴും തടഞ്ഞിട്ട്, ഇവിടെ ഞങ്ങളുടെ ഗ്രാമമാണ്, ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തവരെ മുഴുവൻ മർദ്ദിച്ചാൽ ആ മർദ്ദിച്ചവരുടെ മർദ്ദനമേറ്റവരുടെ മാനസികാവസ്ഥയും ആ സംഭവം അറിഞ്ഞവരുടെയും മാനസികാവസ്ഥ എന്തായി? അവരുടെ സിപിഎമ്മുകാരുടെ മാനസികാവസ്ഥ എന്താണെന്നറിയാൻ, കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത്, കൂത്തുപറമ്പ് അതുപോലെ തന്നെ കണ്ണവം വരെയുള്ള റൂട്ടിൽ, അവിടെയൊക്കെ കണ്ണൂരിലുള്ള പ്രത്യേകത, ആളുകൾക്ക് ബസ് കാത്തു നിൽക്കാൻ വെയിറ്റിംഗ് ഷെൽട്ടറുകൾ നിർമ്മിക്കും. അത് പാർട്ടിക്കാരാ നിർമ്മിക്കുക. കോൺഗ്രസുകാർ പണ്ട് കുറെ ഷെൽട്ടറുകൾ നിർമ്മിച്ചിരുന്നു. ഇപ്പൊ അതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി ചുവന്ന പെയിന്റ് അടിച്ചിട്ട് അവരുടേതാക്കി. ഈ റൂട്ടിൽ അങ്ങനെ 5-8 എണ്ണം കോൺഗ്രസുകാർ പണ്ട്, കോൺഗ്രസിന് മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത്, പൈസ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നിർമ്മിച്ചതല്ല, ഇപ്പൊ ചുവപ്പ് പെയിന്റ് അടിച്ച് അവർ സിപിഎമ്മുകാരുടേതാക്കി മാറ്റിയിരിക്കാം. അതിനിടയിൽ നമ്മളൊരു സ്വയംസേവൻ അവിടെ 12-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മുഖ്യശിക്ഷകൻ ഷൈജു റോഡിലൂടെ 2-3 സ്വയംസേവർ ഇങ്ങനെ നടന്നു. പെട്ടെന്ന് നിയന്ത്രണം വിട്ട ഒരു ലോറി വന്നിട്ട് ഷൈജുവിനൊടിച്ച് ഷൈജു മരിച്ചു. അപ്പൊ സ്വയംസേവന്മാർ, അവിടുത്തെ ഒരു ട്രെൻഡാണ്, അവർക്ക് തോന്നി ഒരു വെയിറ്റിംഗ് ഷെൽട്ടർ നമുക്ക് നിർമ്മിക്കണം. അവർ സ്വയംസേവന്മാരെല്ലാവരും പൈസ എടുത്തിട്ട് ഒരു വെയിറ്റിംഗ് ഷെൽട്ടർ, മനോഹരമായ ഒരു വെയിറ്റിംഗ് ഷെൽട്ടർ അവിടെ എടുത്തു. ഷൈജുവിന്റെ പാവന സ്മരണക്ക് എന്നെല്ലാം പറഞ്ഞ് ഒരു കാവി പെയിന്റിലടിച്ച്, അങ്ങനെയാണ് അവിടെ, അങ്ങനെയാണ് അവരുടെ ഇത് ചുവപ്പ്, ഇത് കാവി പെയിന്റിലടിച്ച്, അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. 2-3 വർഷം മുമ്പ് ഒരു ദിവസം കുറെ സിപിഎമ്മാർ വന്നു. എന്നിട്ട് ഈ കാവി പെയിന്റ് അടിച്ചതിന്റെ മേലെ അവർ ചുവന്ന പെയിന്റ് അടിച്ചു. അത് വലിയൊരു പ്രശ്നമായി. അത്തരം ചില പ്രശ്നങ്ങളാണല്ലോ പ്രശ്നത്തിലേക്ക് നയിക്കുക. അതുകൊണ്ട് സമാധാന കമ്മിറ്റി ഉണ്ടായിരുന്നു. സർവകക്ഷി യോഗത്തിൽ ഈ ചർച്ച ചെയ്തു. ആ ചർച്ച ഒന്നും കൂടി ഉഭയകക്ഷി ചർച്ച നടത്തണമെന്ന് പറഞ്ഞ് കൂത്തുപറമ്പ് ഐബിയിലേക്ക് വെച്ചു. ഈ ചർച്ച ചെയ്യുക. അപ്പൊ അവിടുത്തെ ഏരിയ സെക്രട്ടറി പനവളി വത്സൻ എന്ന് പറയും. അപ്പോ നമ്മളെ സംഘത്തിന്റെ ഭാഗത്ത് ഞാനും നമ്മുടെ അവിടുത്തെ സംഘത്തിന്റെ പുരുഷോട്ടനും AP പുരുഷോട്ടനും കൂടി പോയി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അവർ സമ്മതിച്ചു, നിങ്ങൾ ഷെൽട്ടറാണ്, ഞങ്ങളുടെ ആളുകൾ ചുവപ്പ് വെയിലടിച്ചു എന്നുള്ളത് ശരിയാണ്, ഞങ്ങൾ ആ പ്രശ്നം അവിടെ പോയി സംസാരിച്ചു. ഏരിയ സെക്രട്ടറി പറയാണ്, പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഈ കാവി പെയിന്റ് അടിച്ചത് ഇങ്ങനെ കാണുന്ന സമയത്ത് ഞങ്ങളുടെ സഖാക്കൾക്ക് ഒരു മനസ്സിനൊരു പ്രയാസം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പേരിലൊരു സംഘർഷം വേണ്ട. ഒരു നിർദ്ദേശം അദ്ദേഹം വെച്ചത്, അങ്ങനെയാണെങ്കിൽ ചുവപ്പും വേണ്ട കാവിയും വേണ്ട, നമുക്ക് വെള്ള പെയിന്റ് അടിച്ചാലോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നമ്മളെ ആളുകൾ പൈസ എടുത്തിട്ട് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അല്ല ഒരുപാട് ചുവന്ന ഷെൽട്ടറുണ്ട്. അത് കണ്ടിട്ട് നമ്മളെ സ്വയംസേവന്മാർക്കാർക്കും മാനസിക പ്രയാസമില്ല. നിങ്ങളുടെ ആളുകൾക്ക് മാത്രം ഈ മാനസിക പ്രയാസം. ഇത് കാണുന്ന സമയത്ത്, കാവി കാണുന്ന സമയത്ത്, അത് നിങ്ങൾക്ക് എന്നാൽ ഒരു കാര്യം ചെയ്യും, അപ്പുറം ഒരു ഷെൽട്ടർ എടുത്തിട്ട് നിങ്ങൾ കാവിയോ ചോപ്പോ വെള്ളയോ എന്ത് വേണമെങ്കിലും അടിച്ചോളൂ. അപ്പൊ അവർ പറയാണ്, അത് ശരിയാവില്ല, ഈ കാവി പറ്റില്ല, ഒന്നുകിൽ വെള്ള അല്ല ചോപ്പ്, ഇതേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങളത് പൊളിക്കും.
നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ വന്നാൽ കാണാം. ഇപ്പോഴും ഷൈജുവിന്റെ പാവന സ്മരണക്ക് എന്ന് പറയുന്ന ആ ഷെൽട്ടർ നമ്മുടെ ആളുകൾ പോയിട്ട് വീണ്ടും കാവ്യടിച്ചു. പിറ്റേന്ന് തന്നെ അവർ വന്നിട്ട് ചോപ്പടിച്ചു. ഇപ്പോ ചുവപ്പും കാവ്യുമെല്ലാം ചേർന്നിട്ടുള്ള ഒരു നിറമില്ലേ, ആ നിറത്തിൽ ആ സാധനം ഇപ്പൊ അവിടെ നിൽക്കുക. ഇതാണ് അവരുടെ മാനസികാവസ്ഥ. അവർക്കിത് സഹിക്കില്ല. കാവ്യ എന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ അവർക്ക് സഹിക്കില്ല. നമ്മുടെ സംഘത്തിന്റെ സ്വയംസേവന്മാരെയൊക്കെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്താൻ, അവരെ തളർത്താൻ, മാനസികമായി തളർത്താൻ ഏതറ്റം വരെയും, ഏത് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത എത്ര നികൃഷ്ടമായ നടപടിക്കും അവർ തയ്യാറാവും. അവിടെ മട്ടന്നൂർ താലൂക്കിൽ 2-3 വർഷം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ അവിടുത്തെ മണ്ഡൽകാര്യവാഹി പ്രദീപൻ, ആ പ്രദീപന് മിലിറ്ററിയിൽ സെലക്ഷൻ കിട്ടിയിട്ട് അയാൾ പോകുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നതിന്റെ തലേന്നൊരു സംഭവം ഉണ്ടായി. അവിടുത്തെ ഒരു പെൺകുട്ടി ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വില്ലേജ് സെക്രട്ടറി ബിന്ദു, 23 വയസ്സ്. ആ ബിന്ദു പെട്ടെന്ന് കരയുന്നു. അപ്പൊ കരഞ്ഞപ്പോ കുറെ ആൾ ഓടി വന്നു. എന്താ ബിന്ദു പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ബിന്ദു പറഞ്ഞു, പ്രദീപനും 2 ആളും കൂടി എന്നെ പിടിച്ചു വെച്ചിട്ട് ഇതാ നോക്ക്, എന്റെ കാലിന്റെ മേലെ RSS എന്ന് എഴുതി വെച്ചു, കുറച്ച് മേലെ. അപ്പൊ അവരെല്ലാം കൂടി ഓടി ഉണർന്നു, ജീപ്പ് പിടിച്ചു ഉണർന്നു. ഈ ബിന്ദുവിനെ ആശുപത്രി കൊണ്ടേക്ക്. കൈരളി ചാനലുകാരൻ വരുന്നു, ദേശാഭിമാനിക്കാരൻ വരുന്നു, മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ വില്ലേജുകളിലും പ്രതിഷേധ പ്രകടനം നടത്തുന്നു, ടൌണിൽ പൊതുയോഗം നടത്തുന്നു. ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള ശൈലജ ടീച്ചർ പ്രസംഗിക്കുന്നു. പ്രശ്നം ബിന്ദുവിന്റെ കാലിന്റെ മേലെ RSS എന്ന് മണ്ഡൽകാര്യവാഹി നേതൃത്വത്തിൽ എഴുതി എന്നുള്ളതാണ്. വലിയ വിഷയമായിരുന്നു. നമ്മളവിടെ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ അവിടെ ചെയ്തിട്ടില്ല. ഇതാരെങ്കിലും ചെയ്യുന്ന കാര്യമാണ്. ചെയ്തിട്ടില്ലെന്നവർ പറഞ്ഞു. അവർ ചെയ്യില്ലെന്നറിയാം, പക്ഷെ എന്നാലും പോയി ചോദിച്ചു ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ആർക്കെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ പറഞ്ഞു, ഇത് നമ്മളാരും ചെയ്തിട്ടില്ല. ഇതിന്റെ പേരിൽ ആർക്കെങ്കിലും പേരിൽ കേസെടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരായിരിക്കും, നിങ്ങൾ നിഷ്പക്ഷമായി കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അന്നത്തെ SI സുകുമാരൻ. പിന്നീട് തലശ്ശേരിയിലെ ഫസൽ വധം അന്വേഷിച്ചതും ഇതേ സുകുമാരൻ, RSകാരാന്ന് പറഞ്ഞിട്ട് മാർക്സിസ്റ്റുകാരെ യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്ത സുകുമാരനാണ്. ആ സുകുമാരൻ ഈ പെൺകുട്ടിയോട് പോയിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വന്നപ്പോ പെണ്ണ് പറഞ്ഞു, ഞാൻ തന്നെ എഴുതിയതാണ്. എഴുതി ആണി വരെ ഈ പെണ്ണ് എടുത്തുകൊണ്ടേ പോലീസിന് കൊടുത്തു. എന്നിട്ട് പിന്നെ പോലീസ് കാര്യങ്ങൾ വിശദമായി ചോദിച്ചു പറഞ്ഞു, ബ്രാഞ്ച് സെക്രട്ടറി നാണുവേട്ടനും അതുപോലെ തന്നെ രോണിയച്ചലും പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയിരുന്നത്. കല്യാണപ്രായമെത്തിയ ഒരു പെൺകുട്ടിയുടെ കാലിൽ കണങ്കാലിൽ RSS എന്ന് എഴുതിയിട്ട് പട്ടാളത്തിൽ ജോലി കിട്ടിയ മണ്ഡൽക്കാരുമായ RSSകാരന്റെ ജോലി കളയാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ ശരീരത്തെ പോലും ഉപയോഗിക്കുന്ന രാഷ്ട്രീയം എന്തു രാഷ്ട്രീയമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ പ്രവർത്തകന്മാരെ ഏതറ്റം വരെ പോയും പീഡിപ്പിക്കുന്ന മനുഷ്യത്വരഹിതമായ സ്വന്തം പാർട്ടി പ്രവർത്തകയുടെ ഭാവി, ആ പെൺകുട്ടിയുടെ ഭാവി ചാനലിലൊക്കെ വന്നിരിക്കുകയാണ്. ആ കുട്ടിയുടെ അതവർക്ക് പ്രശ്നമല്ല, അവർക്ക് സംഘടനയാണ് വരുന്നത്. ആ സംഘടനയ്ക്ക് വേണ്ടി വേറൊരു കുറ്റവും ചെയ്തിട്ടില്ല. സംഘത്തിന്റെ പ്രവർത്തകന്മാരെ അപമാനിക്കണം, അവരുടെ ഭാവി തകർക്കണം. അതിനുവേണ്ടി പെൺകുട്ടികളുടെ ജീവൻ പോലും ഭാവി കൊണ്ടുപോലും പന്താടുന്ന അത്രയും വളരെ അല്പത്രമാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ പാർട്ടി കാണിക്കും. ഇതുപോലെ ഒരു പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞാൽ ശിവരാത്രിയായി പോകും. ഈ മാർക്സിസ്റ്റ് പാർട്ടി അവിടെ ഗ്രാമങ്ങളിൽ അവരുടെ കേന്ദ്രങ്ങളിൽ നമ്മുടെ പ്രവർത്തകന്മാർക്ക് നേരെ കാണിച്ചു കൂട്ടുന്ന ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്തത്രയും